അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 2-ാമത്തെ അധ്യായം 11-ാമത്തെ ശ്ലോകം മുതൽ 21 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ബ്രഹ്മോവാച കിം ബ്രവീമി സുതാദ്യാഹം ദുർബോധം പ്രശ്നമുത്തമം ത്വയാ ശക്യം മഹാഭാഗ വിഷ്ണോരപി സുനിശ്ചയാൽ. രാഗീ കോപി ന ജാനാതി സംസാരേസ്മിൻ മഹാമതേ വിരക്തശ്ച വിജാനാതി നിരീഹോ യോ വിമത്സരാ. ഏകാർണവേ പുരാജാതേ നഷ്ടേ സ്ഥാവരജംഗമേ ഭൂതമാത്രേ സമുത്പന്നേ സഞ്ജജ്ഞേ കമലാദഹം. നാപശ്യം തരണിം സോമം ന വൃക്ഷാൻ ന ച പർവതാൻ കർണികായാം സമാവിഷ്ടശ്ചിന്താമകരവം തദാ. കസ്മാദഹം സമുദ്ഭൂത സലിലേസ്മിൻ മഹാർണവേ കോ മേ ത്രാതാ പ്രഭു കർത്താ സംഹർത്താ വാ യുഗാത്യയേ. ന ച ഭൂർവിദ്യത്തെ സ്പഷ്ടാ യദാധാരം ജലന്വിദം പങ്കജം കഥമുൽപ്പന്നം പ്രസിദ്ധം രൂഢിയോഗയോ. പശ്യാമ്യദ്യാസ്യ പങ്കം തം മൂലം വൈ പങ്കജസ്യ ച ഭവിഷ്യതി
ധരാ തത്ര മൂലം നാസ്ത്യത്ര സംശയ. ഉത്തരൻ സലിലേ തത്ര യാവത് വർഷസഹസ്രകം അന്വേഷമാണോ ധരണിം നാവാപ താം യദാ തദാ തപസ്തപേതി ചാകാശേ വാഗഭൂതശരീരിണി തതോ മയാ തപസ്തപ്തം പത്മേ വർഷസഹസ്രകം സൃജേതി പുനരുദ്ഭൂത വാണി തത്ര ശ്രുതാ മയാ വിമൂഢോഹം തദാകർണ്യ കം സൃജാമി കരോമി കിം. തദാ ദൈത്യാവപിപ്രാപ്ത ദാരുണൗ മധുകൈടഭൗ താഭ്യാം വിഭീഷിതശ്ചാഹം യുദ്ധായ മകരാലയേ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീ പരാശക്തി നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 2-ാമത്തെ അധ്യായം 11 മുതൽ 21 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ നതോന്നതാവൃത്തത്തിൽ ഭാഷാഗാനമായി മലയാള തർജ്ജമയായി പാടി അമ്മയുടെ ചരണകമലങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ബ്രഹ്മാവ് പറഞ്ഞു, ഞാനിപ്പോൾ എന്തു പറയും, ഉത്തരം ലളിതമല്ല, വിഷ്ണുവിനു പോലുമതു അസാധ്യം തന്നെ. സംസാരത്തിൽ ആസക്തനോ തത്വം അറിയാനാകില്ല, വിരക്തനാം ജ്ഞാനിക്കേ അതറിയാനാകൂ. പണ്ടു എല്ലാം ഒറ്റക്കടലായി തീർന്ന സമയത്തിൽ താമരയിൽ നിന്നുണ്ടായി ഞാനും അറിയൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സൂര്യചന്ദ്രന്മാരെയും നൽ വൃക്ഷപർവ്വതങ്ങളെയും കണ്ടതില്ല പത്മസ്ഥനായി ഞാനും ചിന്തിച്ചു. സമുദ്രജലത്തിൽ ഞാനും ജനിച്ചതു ആരിൽ നിന്നും, ആരാണെൻ്റെ രക്ഷിതാവ് സംഹർത്താവാര്. പ്രളയത്തിനാധാരമാം ഭൂമി കാണുന്നതേയില്ല, പിന്നെ പത്മമുണ്ടായതും ഏതു വിധത്തിൽ. പങ്കജത്തിൻ മൂലമായ പങ്കത്തെ ഞാനിന്നു കാണും, അതിനു മൂലമായുള്ള ഭൂമിയുണ്ടാകും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഭൂമിയെ അന്വേഷിച്ചു ഞാൻ
ഏറെ വർഷം താഴോട്ടായി ഇറങ്ങി ഞാൻ അവസാനം തളർന്ന നേരം തപ എന്ന വാക്കു കേട്ടു ഞാനും താമരയിൽ തപം ചെയ്തു വർഷങ്ങളോ 1000 തന്നെ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സൃഷ്ടിക്കുവാന ശരീരി ആരെ ഞാനും സൃഷ്ടിക്കേണ്ടു, എങ്ങനെ ഞാൻ സൃഷ്ടിക്കേണ്ടു? അമ്പരന്നു പോയി അപ്പോഴേക്കും മധുകൈടഭന്മാരാകും അസുരരോ ആഴിപ്പരപ്പിങ്കലെത്തി യുദ്ധം ചെയ്യാനായി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം. വാണി ശരണം, കാളി ശരണം, അമ്മേ ശരണം, ഭദ്രകാളി ശരണം, ഭദ്രകാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര നാരായണനാമസങ്കീർത്തനം. നാരായണ നാരായണ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ്ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന ഈ സാധനായജ്ഞം ആരംഭിച്ചിട്ട് ഇന്ന് 169ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ ദേവീഭാഗവതം തൃതീയ സ്കന്ധം 2ാമത്തെ അധ്യായത്തിൽ 11ാമത്തെ ശ്ലോകം മുതൽ 21 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടിയതും ഇപ്പതാ പ്രഭാഷണ രൂപത്തിൽ വിചാരം ചെയ്യുന്നതും വ്യാഖ്യാനിക്കുന്നതും. ഇവിടെ ബ്രഹ്മാവിൻ്റെ വാക്കുകൾ, നാരദ മഹർഷിയുടെ ചോദ്യത്തിന് മറുപടിയായി ബ്രഹ്മാവ് പറഞ്ഞ വാക്കുകൾ. നാരദ മഹർഷിയുടെ അടുത്ത് ചോദ്യം ചോദിച്ചത് സത്യവതീപുത്രനായിരിക്കുന്ന പാരാശര്യനായിരിക്കുന്ന സാക്ഷാൽ വേദവ്യാസനാണ്. അപ്പോൾ വേദവ്യാസനോട് നാരദൻ പറഞ്ഞു, അങ്ങയ്ക്കുണ്ടായി ഇതേ സംശയങ്ങൾ എനിക്കുമുണ്ടായി. ആ സംശയങ്ങൾ തീരാനായിട്ട് ഞാൻ സാക്ഷാൽ ബ്രഹ്മാവിനെ സമീപിച്ചു, എൻ്റെ അച്ഛനും ലോകപിതാമഹനുമായിരിക്കുന്ന. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തരാം. കിം ബ്രവീമി സുതാദ്യാഹം ദുർബോധം പ്രശ്നമുത്തമം ത്വയാ ശക്യം മഹാഭാഗ
വിഷ്ണോരപി സുനിശ്ചയാൽ. എൻ്റെ മകനെ വിളിക്കുകയാണ്, ഹേ സുത, ഞാനിപ്പോൾ എന്താണ് പറയേണ്ടത്? കിം ബ്രവീമി അദ്യ അഹം. ഞാൻ എന്താ പറയുകപ്പോൾ? ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്, ഒട്ടും എളുപ്പമല്ല. വിഷ്ണുവിന് പോലും അതിന് സാധിക്കും എന്ന് തോന്നുന്നില്ല. അപ്പൊ രാഗീ കോപി ന ജാനാതി സംസാരേസ്മിൻ മഹാമതേ വിരക്തശ്ച വിജാനാതി നിരീഹോയോ വിമത്സരം. ഹേ മഹാമതേ, നാരദനെ വിളിക്കുകയാണ്. ബുദ്ധിമാനായിരിക്കുന്ന തൻ്റെ പുത്രനോട് പറയുകയാണ്, ഈ സംസാരത്തിൽ ആസക്തനായിരിക്കുന്ന ഒരാൾക്ക്, രാഗി ആയിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഈ തത്വത്തെ അറിയാൻ സാധിക്കില്ല. നിസ്പൃഹനായി, നിർമ്മത്സരനായി, വിരക്തനായ ഒരാൾക്ക്, വിരക്തനായിട്ടുള്ള ആൾക്കാണ് ഇത് പരമതത്വത്തെ അറിയാനായിട്ട് സാധിക്കുള്ളൂ. പണ്ട് ഏകാർണവേ, ഒരൊറ്റ സമുദ്രം, ഒറ്റ കടല്, പുരാജാതേ നഷ്ടേ സ്ഥാവരജംഗമേ, സ്ഥാവരവും ജംഗവുമായിട്ടുള്ള എല്ലാം വെള്ളത്തിനടിയിലായി, അതൊക്കെ നശിച്ചു. ഈ അവസരത്തിൽ ഭൂതമാത്രേ സമുൽപ്പന്നേ സഞ്ജജ്ഞേ കമലാദഹം, ആ അവസരത്തിലാണ് പഞ്ചഭൂതങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് താമരയിൽ നിന്ന് ഞാനും ഉണ്ടായി. അതുകൊണ്ടാണ് എനിക്ക് കമലജൻ എന്നൊക്കെ പേര്. നാപശ്യം തരണിം സോമം ന വൃക്ഷാൻ ന ച പർവ്വതാൻ കർണികായാം സമാവിഷ്ടശ്ചിന്താമകരവം തഥാ. ഈ സന്ദർഭത്തിൽ നാപശ്യം, സൂര്യനെ കണ്ടില്ല, തരണിം, സോമം, വൃക്ഷം, പർവ്വതം, ഇതൊന്നും കണ്ടില്ല. എല്ലായിടത്തും വെള്ളം മാത്രം. താമരയ്ക്കകത്തിരുന്ന് കർണികായാം സമാവിഷ്ടശ്ചിന്താമകരവം തഥാ. ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ ചിന്തിച്ചു. എന്താ ചിന്തിച്ചത്? കസ്മാദഹം സമുദ്ഭൂത സലിലേസ്മിൻ മഹാർണവേ കോമേത്രാത പ്രഭു കർത്ത സംഹർത്താവ യുഗാത്തേ. ഈ മഹാസമുദ്രത്തിൽ ജലത്തിൽ നിന്നാണ് ഞാൻ ഉണ്ടായത്. ആരിൽ നിന്നാണ് ഞാൻ ഉണ്ടായത്? ആരാണ് എൻ്റെ രക്ഷിതാവ്? ആരാണ് സൃഷ്ടാവായ പ്രഭു? യുഗാവസാനത്തിൽ ഇതിനെയൊക്കെ സംഹരിക്കുന്നത് ആരാണ്? ഇങ്ങനെയുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. നചഭൂർ വിദ്യതേ സ്പഷ്ട യഥാധാരം ജലന്വിതം പങ്കജം കഥമുൽപ്പന്നം പ്രസിദ്ധം രൂഢിയോഗയോ എന്ന. ഇവിടെ ഈ പ്രളയജലത്തിനൊക്കെ ആധാരമായി ഭൂമി കാണാനില്ല, ഭൂമി എവിടെ അറിയണില്ല. അപ്പോൾ ഭൂമി ഇല്ലാതെ എങ്ങനെയാണ് ഈ താമര ഉണ്ടാവുക? പങ്കത്തിൽ നിന്ന്, ചെളിയിൽ നിന്നാണ് പങ്കജം ഉണ്ടാവുക, അല്ലേ? അതുകൊണ്ടാണ് പങ്കജം എന്ന് പേര്. അപ്പൊ നോക്കൂ, സത്യത്തിൽ രൂഢം, പങ്കത്തിൽ, ചെളിയിൽ ജനിച്ചത് പങ്കജം. ചെളിയിൽ ജനിച്ച ആമ്പലിനോ, എന്നാൽ കരിങ്കൂവളത്തിനോ ഒന്നും പങ്കജം എന്ന് പറയാറില്ല. അതൊക്കെ ചെളിയിലാണ് ജനിക്കുന്നത്. അതിന് താമര എന്നാണ് പങ്കജം എന്നുള്ളതിന് അർത്ഥം. ആ അർത്ഥത്തിൽ രൂഢമാണ് താമര എന്ന്. അതുകൊണ്ട് വാച്യാർത്ഥം നിലനിൽക്കെ തന്നെ അന്യാർത്ഥത്തിൽ രൂഢമായതാണ് പങ്കജം. അതിൽ രണ്ടിലും പ്രസിദ്ധമായ പങ്കജം എങ്ങനെ ഉണ്ടായി? പങ്കം ഭൂമിയിലല്ലേ ഉണ്ടാവുക, ജലത്തിന് ആധാരമാണ്. അപ്പൊ അതില്ലാതെ എങ്ങനെ പങ്കജം ഉണ്ടാവും? പശ്യാമ്യദ്യാസ്യ പങ്കം തം മൂലം വൈ പങ്കജസ്യ ച ഭവിഷ്യതി ധരാ തത്ര മൂലം നാസ്തി അത്ര സംശയം. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ പങ്കജത്തിന് മൂലം, അതിന് കാരണമായിരിക്കുന്ന പങ്കം, ചളി ഉണ്ടാവണം, അല്ലേ? ഞാനിതിന്ന് കണ്ടെത്തും എന്തായാലും. അതിന് മൂലമായ ഭൂമിയും അവിടെ ഉണ്ടാവും, അതിനും സംശയമില്ല. എന്നിട്ടോ ഉത്തരൻ സലിലേ തത്ര യാവത് വർഷസഹസ്രകം അന്വേഷമാണോ ധരണിം നാവാപ താം യഥാ തഥാ. ഭൂമിയെ അന്വേഷിച്ചുകൊണ്ട് 1000 വർഷക്കാലം വെള്ളത്തിൽ താഴേക്ക് 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 ഇറങ്ങിപ്പോയി. എന്നിട്ടും ഭൂമിയെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. നാവാപതാം യഥാ തഥാ. അങ്ങനെ വിഷമിച്ച സമയത്ത് തപസ്തപേതി ചാകാശേ വാഗഭൂത ശരീരിണി. തപസ് ചെയ്യൂ എന്ന് ആകാശത്തിൽ നിന്നൊരു അശരീരി. അത് കേട്ടു കഴിഞ്ഞിട്ടോ ഞാനവിടെ വർഷസഹസ്രകം, എത്രയാ, ഞാനവിടെ ആ പത്മത്തിൽ 1000 വർഷക്കാലം തപസ് ചെയ്തു എന്നും പറയുന്നു. സൃജ്യേതി
പുനരുദ്ഭൂതാ വാണീ തത്ര ശ്രുതാമയ വിമൂഢോഹം തദാകർണ്യ കം സൃജാമി കരോമി കിം. അപ്പൊ പിന്നെ അടുത്ത അശരീരി കേട്ടു, സൃഷ്ടിക്കൂ എന്നൊരു അശരീരി. അത് കേട്ട് ഞാൻ ആരെയാണ് സൃഷ്ടിക്കേണ്ടത്, എന്താണ് സൃഷ്ടിക്കേണ്ടത് എന്ന് അമ്പരന്നു പോയി ഞാൻ. തഥാ, അങ്ങനെ ഞാൻ അമ്പരന്ന് നിൽക്കുമ്പോഴാണ് ദൈത്യാവഭിപ്രാപ്തവും മധു കൈഡഭൻ, ദാരുണവും മധുകൈഡഭവും, അതിഭയങ്കരന്മാരായ രണ്ട് ദൈത്യന്മാര് എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ താമരയിലിരിക്കണു. ആ സമയത്ത് എന്നോട് യുദ്ധം ചെയ്യാൻ വേണ്ടി മധു കൈഡഭൻ എന്നീ രണ്ടുപേര് എൻ്റെ നേർക്ക് വന്നു. ആ ആഴിപ്പരപ്പിൽ വെച്ച് യുദ്ധം ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത്. അല്ലെങ്കിൽ നിന്നെ ഇപ്പം തന്നെ ഇല്ലാതെയാക്കും എന്നൊക്കെ പറഞ്ഞവരെന്നെ ഭീഷണിപ്പെടുത്തി. താഭ്യാം വിഭീഷിതഷ്ടാഹം യുദ്ധായ മകരാലേ, മകരമത്സ്യങ്ങൾ നിറഞ്ഞ സമുദ്രം, ആ സമുദ്രത്തിൽ വെച്ച് നമുക്ക് യുദ്ധം ചെയ്യണം എന്ന് ആ മധുകൈഡഭന്മാര് എന്നോട് പറയുന്നു, എന്നെ ഭീഷണിപ്പെടുത്തുന്നു. ഞാൻ വല്ലാതെ പരിഭ്രമിച്ചു പോയി ഇവരുടെ ഈ വാക്ക് കേട്ടിട്ട്. പിന്നീട് എന്ത് സംഭവിച്ചു? ബ്രഹ്മാവിന് പിന്നീട് എന്ത് സംഭവിച്ചു? മധുകൈഡഭന്മാരെ എങ്ങനെയാണ് നിഗ്രഹിച്ചത്? ഇങ്ങനെയുള്ള ആ സംശയങ്ങൾ, ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മളിനി നാളെ അനുസ്മരിക്കുക. ഇന്ന് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കേണ്ടുന്ന സമയമായിരിക്കുന്നു. അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എല്ലാവരിലും പരമമായ ഭക്തി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ
കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.